വെൽക്കം. റഹ്മാനാണ്. മെഡിസിനൽ കെമിസ്ട്രിയിൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാർബിച്ചുറേറ്റ്സിന്റെ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ബാർബിച്ചുറേറ്റ്സ് എന്ന ഡ്രഗ് ഗ്രൂപ്പിന്റെ ഉപയോഗങ്ങൾ എന്ന് വെച്ചാൽ ദീസ് ആർ CNS ഡിപ്രസന്റ് ഡ്രഗ് ആണ്. സെൻട്രൽ നർവസ് സിസ്റ്റത്തെ ഡിപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. സോ സെഡേഷൻ ഉണ്ട്, സെഡേറ്റീവ് ആണ്, ഹിപ്നോട്ടിക് ആണ്. ദെൻ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ഗ്രൂപ്പ് ആണ്. ദെൻ ഇത് IV ആയിട്ട് കൊടുക്കുന്നത് ഇൻഡ്യൂസ് ചെയ്യാൻ എന്താണ് അനസ്തീഷ്യ, IV അനസ്തീഷ്യ ഇൻഡ്യൂസിങ് ഡ്രഗ് കൂടിയാണ് ചിലത് ഈ ഗ്രൂപ്പ്. സോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിനിലാണ്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കും. സോ മരുന്നുകൾക്ക് പണി ബ്രെയിനിലാണ്. ബ്രെയിനിൽ പണിയെടുക്കണമെങ്കിൽ അതിന്റെ വിസയുടെ പേര് ലിപ്പിഡ് സോലുബിലിറ്റി അല്ലെങ്കിൽ ലിപ്പിഡ് സോലുബിൾ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാന അജണ്ട. എന്നാലേ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കുകയുള്ളൂ. സോ അല്പം പൊളാരിറ്റി വേണം, കാരണം ബ്ലഡിലൊക്കെ ഒന്ന് അലിയണം. രണ്ടാമത്തത് അതിലധികം ഇറ്റ് ഷുഡ് ബി നോൺ പോളാർ ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ പോളാർ ഓർ ലിപ്പിഡ് സോലുബിൾ ആയിരിക്കണം. സോ എന്നാലേ CNS പണിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ബാർബിച്ചുറേറ്റ് ഡ്രഗിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ബാർബിച്ചൂറിക് ആസിഡ് ആണ്. ബാർബിച്ചൂറിക് ആസിഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് നമ്മൾ ഇവയെ വിളിക്കുക. സോ ഇതൊരു 6 മെമ്പർ റിംഗ് ആണ്. അപ്പൊ നമുക്കൊരു 6 മെമ്പർ റിംഗ് വരയ്ക്കാൻ ഇങ്ങനെയാണ് ഏറ്റവും സുഖമായിട്ട് വരയ്ക്കുക. പക്ഷേ ബാർബിച്ചുറേറ്റ്സ് ഒരു ഹെറ്ററോസൈക്ലിക് ആണ്, എല്ലായിടത്തും കാർബൺ അല്ല. ഇപ്പൊ 2 സ്ഥലത്ത് നൈട്രജൻ ഉണ്ട്. 2 സ്ഥലത്ത് നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ ഇവിടെയും കാണും, നൈട്രജൻ ഇവിടെയുണ്ട്. സോ ഇത് ഒന്നായിട്ട് കൂട്ടിയാൽ ഇത് 2, ഇത് 3, ഒന്നിലും 3ലും നൈട്രജൻ ഉണ്ട്. ഇനി ബാർബിച്ചുറേറ്റ്സ് ഒരു യൂറിയ ഡെറിവേറ്റീവ് ആണല്ലോ. യൂറിയയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ NH2 C ഡബിൾ ബോണ്ട് O NH2 ഇങ്ങനെയാണല്ലോ നമ്മൾ യൂറിയ എഴുതുക. അപ്പോൾ ഇത് യൂറിയ ഡെറിവേറ്റീവ് ആക്കാനായിട്ട് സുഖമാണ്. ഇവിടെ NH2 ഉണ്ടെന്ന് കരുതുക. സോ ഒരെണ്ണം അല്ല ആക്ച്വലി ഉള്ളത്, 2 എണ്ണം കൂടിയുണ്ട്. അത് നമുക്ക് ഇവിടെ എഴുതാം, 1 ഇവിടെ എഴുതാം. അപ്പോൾ 3, 4, 6. ഇനി നമുക്ക് ആവശ്യത്തിന് NH ഇട്ട് കൊടുക്കാം. ഇത് 5ാമത്തെ പൊസിഷനാണ്. ഇവിടെ ഇപ്പോൾ 2H, ഇവിടെ ഒരു H. ഇവിടെ നമുക്ക് 1 പൊസിഷനിൽ ഒരു H എഴുതാം. ഇത് 1 ഇവിടെ എഴുതാം. ഇത് 3 ആണ്, ഇവിടെയും ഒരു H. ഇത്രയൊക്കെ കഴിയുമ്പോൾ സംഭവം ഓക്കെ. ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബാർബിച്ചൂറിക് ആസിഡ് സ്ട്രക്ചർ ഇതാണ്. ഈ സ്ട്രക്ചർ ഒരു കീറ്റോ ലാക്ടം ആണ്. സോ കീറ്റോ ആണ്, ലാക്ടം സംഭവങ്ങളാണ്. ഇത് ലിപ്പോഫിലിക് ആണ്. ഒരു ഇതിന്റെ pKa എന്ന് പറയുന്ന ഒരു 7.1 to 8.1 ഒക്കെയാണ്. സോ ഇതിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാനായിട്ട് പറ്റും. അപ്പോൾ സെഡേറ്റീവ് ആകാം, ഹിപ്നോട്ടിക് ആകാം, IV അനസ്തെറ്റിക് ആകാം, ആന്റി കൺവൾസന്റ് എല്ലാമായിട്ട് പ്രവർത്തിക്കാനുള്ള ബേസിക് ക്വാളിറ്റി ഈ സ്ട്രക്ചറിന് ഉണ്ട്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാം. പക്ഷേ ഇവ എപ്പോഴും ഈ കീറ്റോലാക്ടമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവക്ക് തൽക്കാലം വേറൊരു സ്ട്രക്ചർ ആകാം. അത് ഞാനൊന്ന് വരച്ചു കഴിഞ്ഞാൽ സെയിം തന്നെ ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. 6 മെമ്പർ തന്നെ. നൈട്രജൻ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇത്രയും ഓക്കെയാണ്. ദെൻ ഇവിടെ ഈ ഡബിൾ ബോണ്ട് O അതിന് വേണമെങ്കിൽ H ആകാം, കാരണം ഇവിടെ നിന്ന് ഒരു H ഇങ്ങോട്ടേക്ക് പോകാം. അപ്പോ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആകാം അല്ലെ. ദെൻ ഇവിടെ 2 H ഉണ്ട്. ഈ H ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് OH-നാകാം. അപ്പോ വേണമെങ്കിൽ ഇവിടെയും ഒരു ഡബിൾ ബോണ്ട് ആകാം. ഈ H ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ടോ എന്നുള്ളത് OH ആയിട്ട് മാറാം അല്ലെ. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആകാം. സോ അപ്പോൾ ഇവിടെ H പോകും. സോ എന്തൊക്കെയാലും ഇങ്ങനെയും ആയിട്ട് മാറാം. ഇതിന് മറ്റേ സ്ട്രക്ചർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ഇനോൾ ലാക്ടോൺ ആണ്. ഇനോൾ ലാക്റ്റിം എന്നാണ് വിളിക്കുന്നത്. ഇനോൾ ലാക്റ്റിം റിംഗ് ആണ് ഇത്. ഇങ്ങനെ ആയാലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ OH ഇവിടെ ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല. OH എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പോളാർ. 3 പോളാർ ഗ്രൂപ്പ് ആണുള്ളത്. അയോണൈസ്ഡ് ആകും അല്ലെ. ഇവിടെ O- H ആയിരിക്കും. എവിടെയെങ്കിലൊക്കെ പോയി പിടിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള സാധനത്തിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ കടക്കാൻ പറ്റും. അപ്പോൾ CNS ആക്ടിവിറ്റി ഉണ്ടാവുമോ? ഇല്ല. നോ CNS ആക്ടിവിറ്റി. സോ ഇതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാം. നമുക്കപ്പോൾ വേണ്ടത് ഈ സ്ട്രക്ചറാണ്. സോ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഈ ബേസിക് സ്ട്രക്ചറിൽ എന്ത് വേണേലും ചെയ്യാം, മോഡിഫൈ ചെയ്യാം. പൊളാരിറ്റി കൂടാതെ നോക്കണം. ഇവിടെയൊക്കെ OH ഒന്നും ആവാതെ നോക്കണം. ലിപ്പോഫിലിക് ആയിട്ട് നിലനിർത്തും. അത് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് ഈ 5ാമത്തെ ഇവിടെ നമുക്ക് ഈ H മാറ്റാം, മോഡിഫൈ ചെയ്യാം. 1ൽ ഇവിടെയുള്ള H ഒന്ന് മാറ്റാം, 3ലുള്ള H മാറ്റാം. സോ 1ലും 3ലുള്ള H നമുക്ക് മാറ്റാം, 5ൽ 2H നമുക്ക് മാറ്റാം. ദെൻ ഇവിടെ ഇതൊന്ന് മാറ്റാം അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ മാറ്റാം. പക്ഷെ നമ്മൾ ഇറ്റ് ഷുഡ് നോട്ട് ബി പോളാർ ആയിട്ട് മാറുകയും ചെയ്യരുത്. ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ 1, 3, then 5. ഇവിടെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരേ സമയം അഴിച്ചുപണികൾ നടത്താൻ പറ്റും. സോ എന്ത് ചെയ്താലും ബേസിക് നിയമം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ബേസിക് പൊളാരിറ്റി കൂടാതെ എന്ത് വേണം ചെയ്യാം. ലിപ്പിഡ് സോലുബിൾ ആക്കുക മാത്രം പോരാ, ആക്ടിവിറ്റിയും കൂടി കിട്ടണം. സോ ബാർബിച്ചുറേറ്റ്സിന്റെ ആക്ഷൻ എന്താ? ബാർബിച്ചുറേറ്റ്സ് ആക്ട് ഓൺ ലിഗൻ ഗേറ്റഡ് അയൺ ചാനൽ ആയിട്ടുള്ള ഏതാണ്? GABA. GABA
എയിൽ പുള്ളി ആരാണ്? ഗാബ എ ക്ലോറൈഡ് ചാനലിലെ പുള്ളി അത് ഗേറ്റ് തുറന്നിടലാണ് പണി. പുള്ളി ചാനൽ തുറന്നിടലാണ്, ഒരു ഗേറ്റ് കീപ്പറാണ് അല്ലെ, സെക്യൂരിറ്റി സ്റ്റാഫാണ് ഈ ബാർബിറ്റുറേറ്റ്സ് എന്ന് ചെയ്യുക. സോ അപ്പൊ സെൽ ഇൻഹിബിറ്റഡ് ആകും, ക്ലോറൈഡ് അകത്തേക്ക് കയറും. ക്ലോറൈഡ് അകത്തേക്ക് കയറുമ്പോൾ സെൽ വിൽ ബിക്കം ഹൈപ്പർ പോളറൈസ്ഡ് ആകും. ഇതാണ് ഇതിന്റെ ചെയ്യുന്ന പണി. എന്തായാലും നിയമങ്ങൾ നമുക്ക് അനുസരിച്ച് പറ്റൂ. നിയമം ഒന്ന് പറയുന്നത് ഈ പൊസിഷൻ 3-ലെ ഈ എച്ചിനെ ഒരു കാരണവശാലും തൊടാൻ പറ്റില്ല എന്നുള്ളതാണ്, അനുവാദമില്ല. രണ്ടാമത്തെ നിയമം പറയുന്നത് പൊസിഷൻ 5-ൽ 2 എച്ച് ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം മാത്രം എന്തെങ്കിലും ഒന്ന് മോഡിഫൈ ചെയ്യാതെ ആ കാര്യവും ആലോചിക്കണ്ട. മാറ്റുകയാണെങ്കിൽ രണ്ടിനെയും ഒരേ സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി പൊസിഷൻ 1-ലെ എച്ചിൽ മാത്രം, ഇവിടെ മാത്രം ചെയ്തിട്ടും കാര്യമില്ല. ഇനി പൊസിഷൻ 1-ൽ മാറ്റാം, ഇവിടെയും 1 മാറ്റിയേക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടെ 2 മാറ്റാം. ഇനി 1-ലും 3-ലും മാറ്റാന്ന് വെച്ചാൽ 3-ലെ തൊടാനായിട്ട് പറ്റില്ല. ഇനി 1, 3, 5, 5 ഇവിടെയൊക്കെ മാറ്റാന്ന് വെച്ചാൽ 3-ലെ തൊടാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ പോളാർ നേച്ചർ കൂട്ടാതെ ലിപ്പിഡ് സോൾബിൾ തന്നെ ആക്കിയിട്ട് എന്തൊക്കെ ചെയ്യാൻ നോക്കിയാൽ ഇതാണ് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഓക്കെ, സോ നമുക്ക് ഈ പൊസിഷൻ 5-ൽ ഇതിനെ 2 അങ്ങ് മാറ്റുകയാണ്. നമ്മൾ ഇവിടെ ഈ എച്ച് മാറ്റിയിട്ട് C2H5 അങ്ങോട്ട് ആക്കുകയാണ്. C2H5 ഈ തൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കും. ആൻഡ് ഇവിടെ നമ്മൾ C6H5 പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമുക്കതിനെ ജസ്റ്റ് റിംഗ് ആക്കി അങ്ങ് വരയ്ക്കാം. ഇത് രണ്ടും കൊടുക്കാം. സോ ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു നിയമമുണ്ട്, എന്താ വെച്ചാൽ എച്ചിലെയും ഇത് മാറ്റിക്കഴിഞ്ഞാൽ, എച്ചും ഇതും ഈ 2 എച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ 6 ആണ്, ഇവിടെ 2 ആണ് അല്ലെ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 6:10 ആയിരിക്കണം എന്നൊരു നിയമമുണ്ട്. കാർബണിന്റെ എണ്ണം 6:10. അതുകൊണ്ടാണ് നമുക്ക് ഇത് തന്നെ ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, 6 + 12 ഇത് തന്നെ ഇവിടെ കൊടുത്താൽ 4 ആവത്തുള്ളൂ. സോ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ C2H5 ഇവിടെ C6H5 കൊടുത്തത്. സോ ഇത് കൊടുത്ത് ഇപ്പൊ കിട്ടിയ സാധനത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ഫിനോബാർബിറ്റോൺ. ഫിനോബാർബിറ്റോൺ ആണ് ഈ മരുന്ന്. ഫിനോബാർബിറ്റോൺ നമുക്കറിയാം ലോങ്സ്റ്റ് ആക്ടിങ് ബാർബിറ്റുറേറ്റ് ഇതാണ്. സോ 5-5-ല് 2 ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കിട്ടിയതാണ് നമുക്ക് ഫിനോചേട്ടനെ കിട്ടി. ഇനി നമ്മൾ ഇവിടെ തന്നെ പൊസിഷൻ നമ്പർ 5-ൽ തന്നെ വീണ്ടും ചെയ്യാണ്. ഇവിടെ നമ്മൾ C2H5 തന്നെ നിലനിർത്തുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ബ്രാഞ്ച് ചെയിൻ ആക്കുകയാണ്. വെച്ചാൽ CH2 CH3 ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു CH3 കൂടിയുള്ള ഒരു ചെയിൻ ഇങ്ങോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാണ് പെന്റോബാർബിറ്റാൽ. സോ ദിസ് ഈസ് പെന്റോബാർബിറ്റാൽ. 1 2 3 4 5 എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഇവനെ പെന്റോബാർബിറ്റാൽ എന്ന് പറയാം. സോ ഇതിന് ലിപ്പിഡ് സോലിബിലിറ്റി കൂടുതലാണ്. സോ ബ്രാഞ്ചിങ് ചെയിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലിപ്പിഡ് സോലിബിലിറ്റി കൂടും. അപ്പോഴത്തേക്കും ആക്ഷൻ ഇത്തിരി കുറയും, ഷോർട്ട് ആക്ടിംഗ് ആയിട്ട് മാറും. ഇനി വേറൊരെണ്ണം നമുക്ക് ചെയ്യാവുന്നത് ഇത് തന്നെ വീണ്ടും C2H5 തന്നെ ഇവിടെ നിലനിർന്നു. ഇത് ഇവിടെ ഓക്കെ. ഇവിടെ ഈ ബ്രാഞ്ചിങ് നമ്മൾ വേറെ രീതിയിലേക്കാണ്. അത് നമ്മൾ ഇടയ്ക്കാണ് ബ്രാഞ്ചിങ്. CH2 ആയിട്ട് ദെൻ CH ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു, CH3. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് C2H5 ഇവിടെ കിട്ടുക. നമുക്ക് ഇത് കിട്ടുന്നതാണ് അമോബാർബിറ്റാലാണ്. അമോബാർബിറ്റാൽ എന്ന് പറയുന്ന മരുന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. സോ അമോ ഇസ് ഓൾസോ ഇന്റർമീഡിയറ്റ് ആക്ടിംഗ് ആണ്. ലോങ് ആക്ടിംഗ് കുറഞ്ഞു, കുറച്ചും കൂടി കൂടുതൽ ലിപ്പിഡ് സോൾബിലിറ്റി ഉണ്ട്, ഹിപ്നോട്ടിക് ആക്ടിവിറ്റി ഉണ്ട്. പക്ഷേ ഇതേപോലെ പെന്റോബാർബിറ്റാൽ പോലെ തന്നെ ഷോർട്ട് ആക്ടിംഗ് ആണ്. സോ ഇവിടെ ഒരു വ്യത്യാസം വരുത്തുമ്പോഴത്തേക്കും ഷോർട്ട് ആക്ടിംഗ് ആയി എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ലിപ്പിഡ് സോൾബിലിറ്റി കുറച്ചും കൂടി കൂടി. സോ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ നമ്മൾ ഒരു സൈക്ലിക് റിംഗ് ആണ്, ബാക്കിയുള്ളവർ നമ്മൾ ബ്രാഞ്ച്ഡ് ചെയിൻ ആണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ നിയമങ്ങളുണ്ട് 6:10 എന്നുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കുകയും ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഫിനോബാർബിറ്റോണിന്റെ C2H5 ഇപ്പുറത്തെ സൈഡിൽ അത് നമ്മൾ നിലനിർത്തുകയാണ്. ആൻഡ് C6H5 ഇത് രണ്ടും ഇവിടെ നിലനിർത്തി നമ്മൾ ഈ ഫസ്റ്റ് പൊസിഷൻ 1-ൽ നമ്മൾ ഒരു എച്ച് മാറ്റിയിട്ട് നമ്മൾ അവിടെ CH3 ഒരു മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കുകയാണ്. സോ ഇങ്ങനെ പിടിപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് മെഫോബാർ. ഇതാണ് മെഫോബാർബിറ്റാൽ എന്ന് പറയുന്ന മരുന്ന്. ലിപ്പിഡ് സോലിബിലിറ്റി കൂടിയുണ്ട്, ലിപ്പിഡ് സോലിബിലിറ്റി കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കൂടി ഷോർട്ട് ആക്ടിംഗ് ആയിട്ടുണ്ടാകും. സോ ഇതിപ്പോൾ 1-ൽ മാറ്റി 5-ലും മാറ്റി. ബാക്കിയെല്ലാം 5-5 ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇത് 1-5-5 ട്രൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 3 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ടുള്ള മരുന്നാണ് ദിസ് മെഫോബാർബിറ്റാൽ എന്ന് പറയുന്ന മരുന്ന്. അപ്പോൾ നമുക്ക് 5-5 പൊസിഷനിൽ ഇനിയും പല മാറ്റങ്ങളൊക്കെ വരുത്താം. നമുക്ക് വേറെ ആൽക്കൈൽ ഗ്രൂപ്പുകൾ പിടിപ്പിക്കാം, അലൈൽ ഗ്രൂപ്പുകൾ നമുക്ക് പിടിപ്പിക്കാം, ഈവൻ സൈക്ലോ ആൽക്കൈൽ ഗ്രൂപ്പ് നമുക്ക് പിടിപ്പിക്കാം. സൈക്ലോ ആൽക്കൈൽ എന്ന് പിടിപ്പിച്ച് നോക്കാം. നമുക്ക് ഇവിടെ C2H5 പകരം ഒരു CH3 കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് ഒരു സൈക്ലോ അലൈൽ ഗ്രൂപ്പാണ്. സൈക്ലോ എന്ന് പറയുമ്പോൾ ഫുൾ
റിംഗ് ഇല്ല, അല്ല ഫുള്ളി ഡബിൾ ബോണ്ട് ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് കൊണ്ടുപോയി ഇവിടെ അങ്ങ് പിടിപ്പിക്കുകയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് വരച്ചാൽ കൺഫ്യൂഷൻ വരണ്ട. ഈ പൊസിഷനിൽ ഇവിടെ ഒരു CH3 ആണ്, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന സ്ട്രക്ചർ ഇതാണ് നമ്മുടെ ഹെക്സോ ബാർബിറ്റോൺ. സോ ഹെക്സോ ബാർബിറ്റോൺ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെയാണ് പറഞ്ഞത് 5 ഡൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഇടതുവശത്ത് CH2 ഡബിൾ ബോണ്ട് CH2 നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ CH2 CH ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അലോ ബാർബിറ്റോൺ. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അലിസൈക്ലിക്, അരോമാറ്റിക് എക്സെട്ര ഇതൊക്കെ പിടിപ്പിക്കാം. പക്ഷെ നമ്മുടെ നിയമത്രേ ഉള്ളൂ 6 to 10 ഇടയിലായിരിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ. ഇനി ഹാലോജൻ ചേർത്തിട്ടുള്ള ഹാലോ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ക്ലോറൈഡോ ഫ്ലൂറിനോ അങ്ങനെയൊക്കെ പിടിപ്പിച്ചാലും ആക്ടിവിറ്റി ഒക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ എന്തെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞേക്കാം. ഒന്ന്, OH ഗ്രൂപ്പ് ഇവിടെ എവിടെയും വരാൻ പാടില്ല. NH2 ഗ്രൂപ്പ് വരാൻ പാടില്ല. COOH ഗ്രൂപ്പ് വരാൻ പാടില്ല. C ഡബിൾ ബോണ്ട് O ഇങ്ങനെയൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞാൽ പോളാരിറ്റി വില്ലിംഗ്. സോ പോളാർ ആയിട്ടുള്ള ഒരു സാധനവും കൊടുക്കും. സോ പോളാർ ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പോളാർ ആയി കഴിഞ്ഞാൽ കനോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, കടക്കാൻ പറ്റില്ല. നോ സെഡേറ്റീവ്, നോ ഹിപ്നോട്ടിക് ഓർ എനി അതർ എഫ്. സോ ഇങ്ങനെയൊക്കെയുള്ള സാധനം ഇതിന്റെ എവിടെയും കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ പൊസിഷൻ നമ്പർ 2 ഈ O അങ്ങോട്ട് മാറ്റണം. ഈ O അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ നമ്മളൊരു സൾഫർ കൊടുത്തു കഴിഞ്ഞാൽ, ഡബിൾ ബോണ്ട് S അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലിപ്പോഫിലിസിറ്റി വിൽ ഇൻക്രീസ്. ലിപ്പോഫിലിസിറ്റി വർദ്ധിക്കുമ്പോൾ കൂടുതൽ നോൺ പോളർ ആകും. അപ്പോൾ ഷോർട്ട് ആക്ടിങ് ആകും. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ഇവിടെയും C2H5 കൂടി അങ്ങോട്ട് കൊടുക്കുകയാണ്. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പെൻറ്റോൺ, അതിന്റെ CH, ഇവിടെ CH3, പിന്നെ CH2 ഒരു 5 ഗ്രൂപ്പ്, 1 2 3 4 5. ദെൻ ഇവിടെ C2H5 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഡ്രഗ് ഈസ് നൗ തയോപെൻഡാൽ ഓർ തയോപെൻറ്റോൺ എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടും. ഇത് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ് ആണ്. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റിന് എക്സാമ്പിൾ ആണ്. ബിക്കോസ് ഇത് S ആക്കിയപ്പോഴത്തേക്കും ലിപ്പിഡ് സോലിബിലിറ്റി കൂടി. ഇത് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആദ്യം ബ്രെയിനിലേക്ക് അങ്ങോട്ട് കയറും, അത് ബ്രെയിനെ ഡിപ്രസ് ചെയ്യും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് IV ഇൻഡ്യൂസർ, അനസ്തീഷ്യ ഇൻഡ്യൂസർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഇത് ആദ്യം ബ്ലഡിലേക്ക് ഹൈലി പെർഫ്യൂസ്ഡ് ആയതുകൊണ്ട് ബ്രെയിനിലേക്ക് പോകും, ബ്ലഡിൽ നിന്ന്. പിന്നീട് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ശരീരത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫാറ്റ് ഇരിക്കുന്നതാണ്, അങ്ങോട്ടേക്കൊക്കെ പോകും. അതിന് നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നമ്മൾ പറയാം. അപ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കും? ബ്രെയിനിൽ നിന്ന് സാധനം ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആക്ഷൻ പെട്ടെന്ന്. സോ നമുക്കൊരു 10 to 15 മിനിറ്റ് നേരം മാത്രമേ ഇതിന്റെ ആക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിനെ നമ്മൾ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ് എന്നാണ് വിളിക്കുക. പക്ഷേ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിക്കവറി സ്ലോ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ പതിയെ ഫാറ്റിൽ നിന്ന് പതിയെ ബ്ലഡിലേക്ക് ഇറങ്ങി. സോ ദിസ് ഈസ് തയോപെൻറ്റാൽ സോഡിയം. സോ അപ്പോൾ നമ്മൾ 5 മാറ്റാന്ന് പറഞ്ഞു, ദെൻ 3 തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ C3 വെച്ച് നമ്മൾ അത് കണ്ടായിരുന്നു. ഇവിടെ നമ്മൾ മാറ്റി, ഇവിടെ പല രീതിയിലുള്ളതൊക്കെ വെച്ചു. സോ ഇതാണ് ബാർബിറ്റുറേറ്റിന്റെ SAR. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.